നമ്മളിപ്പോൾ ഐഫോണിൻ്റെ കേസിൽ ആൻഡ്രോയിഡിൽ ഇപ്പോൾ ഓപ്പോ ഇതല്ല വരുന്ന മോഡൽ. ചില ഓപ്പോൻ്റെ കോമൺ കംപ്ലൈൻ്റ് ഉള്ള സെറ്റ് ഉണ്ട്. ഏതാ കോമൺ കംപ്ലൈൻ്റ് ഉള്ള? റിങ്ങർ വർക്ക് ചെയ്യില്ല, സ്പീക്കർ വർക്ക് ചെയ്യില്ല, ഓഡിയോ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ CPU റീബോൾ ചെയ്തിടുമ്പോൾ സാധനം ഓക്കെ. അല്ലെങ്കിൽ ടച്ച് വർക്ക് ചെയ്യാതെ വരും. അത് CPU റീബോൾ ചെയ്യുമ്പോൾ സാധനം വർക്ക് ചെയ്യും. ശരി. അതേപോലെ ഐഫോണിൽ വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഓഡിയോ കംപ്ലൈൻറ്റ്. അപ്പോൾ ഈ ഓഡിയോ കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ഓഡിയോ ഈസി ആണോ കൺഫേം ആയിട്ട് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ കോളാക്കുന്ന സമയത്ത് ഈ സ്പീക്കർ കണ്ട, ഈ സാധനം നമുക്ക് സ്പീക്കറിലോട്ട് മാറ്റാൻ പറ്റും, ഇയർ സ്പീക്കറിലോട്ട് മാറ്റാൻ പറ്റും. ഇത് മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 100% കംപ്ലൈൻറ്റ് ഓഡിയോ ഈസിയാണ്. ആദ്യം തന്നെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓഡിയോ ഈസി ചെയ്താൽ. മനസ്സിലായാ? റിങ്ങർ മാത്രമേ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓഡിയോ ഐസി പോയിട്ട് കാര്യമില്ല. കാരണം ഓഡിയോ ഐസിന് മുമ്പ് എന്ത് വരുന്നുണ്ട്, ഓഡിയോ PA വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ട സെറ്റിൻ്റെ അകത്ത് എന്താ ഉള്ളത്, ഓഡിയോ PA ആണുള്ളത്. അപ്പോൾ ആദ്യം ഒരു സെറ്റ് വരുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഓപ്ഷൻ എന്താ, റിങ്ങർ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇയർ സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ടോ, മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മൈക്ക് ഉണ്ട്, റിങ്ങർ ഉണ്ട്, സ്പീക്കർ ഉണ്ട്. അപ്പോൾ ഓഡിയോ സെക്ഷൻ എന്താണ്, ഓക്കെയാണ്. ഇതേതെങ്കിലും ഒന്നില്ല അപ്പം നമ്മൾ ആ ട്രാക്ക് കുടിച്ചാൽ മതി. മനസ്സിലായോ? ഓഡിയോ ഐസിയിലോട്ട് ഡയറക്റ്റ് പോകാണ്ട് തന്നെ നമ്മൾ ആ ട്രാക്ക് പിടിക്കും. ഇപ്പോൾ റിങ്ങറിൽ നമ്മൾ കിട്ടിയ കംപ്ലൈൻറ്റ് എന്താ, എക്സസിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഇയർ സ്പീക്കർ അല്ല, റിങ്ങർ വർക്കിംഗ് അല്ല. റിങ്ങർ വർക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ചിലപ്പോൾ എന്തായിരിക്കും, അത് മാത്രമേ വർക്കില്ല. അപ്പോൾ ഫുള്ള് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും മൈക്ക് ചെക്ക് ചെയ്യണോ, ഇയർ സ്പീക്കർ ചെക്ക് ചെയ്യണം. പിന്നെ വേറെ ചെക്കിംഗ് മെത്തേഡ് ഉണ്ട്, വോയിസ് മെമ്മോയിൽ പോവുക. ഇതിൽ റെക്കോർഡിങ് സ്റ്റാർട്ടിങ് ഉണ്ടോ നോക്കാം. ഈ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം ഇത് എന്തിൻ്റെ കംപ്ലൈൻറ്റാ, ഓഡിയോ ഐസിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഓഡിയോ ഐസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതി അതാണ്.